നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കൊടും ചൂടിൽ ദാഹമകറ്റുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭ ആരംഭിച്ച തണ്ണീർപ്പന്തൽ 60 ദിവസം പിന്നിട്ടു. കടുത്ത വേനലിൽ ഉരുകിയൊലിക്കുന്ന യാത്രക്കാർക്ക് ദാഹമകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ ദിവസവും ഓരോ ഫലവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള തണ്ണീർപ്പന്തൽ പ്രവർത്തിക്കുന്നത്. ദിവസേന 350ഓളം പേരാണ് തണ്ണീർപ്പന്തലിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത്. കടുത്ത വേനലിൽ ഉരുകിയൊലിക്കുന്ന യാത്രക്കാർക്ക് ദാഹമകറ്റാൻ മൂവാറ്റുപുഴ നഗരസഭ കച്ചേരിത്താഴത്ത് തുറന്ന തണ്ണീർപ്പന്തൽ 60 ദിനങ്ങൾ പിന്നിട്ടു. കാലവർഷം ആരംഭിക്കുന്നത് വരെ പ്രവർത്തനം തുടരുമെന്ന് നഗരസഭാ ചെയർമാൻ PPL ദോസ് പറഞ്ഞു. മൂവാറ്റുപുഴ പട്ടണത്തിലെ വാഹനയാത്രക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, സാധാരണ ജനങ്ങൾ ആർക്കും ദാഹമകറ്റാനുള്ള ഒരു നല്ല ഉപാധിയായി നഗരസഭ ആരംഭിച്ച തണ്ണീർപ്പന്തൽ മാറിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ 60-62 ദിവസം കൊണ്ട് ഈ ദാഹമകറ്റി മുന്നോട്ട് പോയിട്ടുള്ളത്. നഗരവാസികളായിട്ടുള്ള ആളുകൾ, സാധാരണക്കാർ, പാവപ്പെട്ടവർ, പട്ടണത്തിലെത്തുന്ന വഴിയാത്രക്കാർ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ട്. ചൂട് ശമിക്കുന്നതോടെ, വേനൽ മഴയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നതോട് മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ചൂട് കാലാവസ്ഥ എന്ന് അവസാനിക്കുന്നു അന്ന് മാത്രമാണ് ഈ തണ്ണീർപ്പന്തലിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയുള്ളൂ. ഇതിനകം 2 ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവഴിച്ചു. വേനൽ കനക്കും മുൻപേ ഫെബ്രുവരി അവസാന വാരം തന്നെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ തണ്ണീർപ്പന്തൽ തുറന്നിരുന്നു. തുടക്കത്തിൽ ദാഹമകറ്റാൻ പന്തലിലെത്തിയിരുന്നവരെക്കാൾ 4 ഇരട്ടിയിലധികം ആളുകളാണ് മാർച്ച് പകുതി മുതൽ എത്തിത്തുടങ്ങിയത്. നഗരത്തിലെ പ്രധാന ബസ് സ്റ്റോപ്പുകളിൽ ഒന്നായ കച്ചേരിത്താഴത്ത് 100 കണക്കിന് യാത്രക്കാരാണ് പ്രതിദിനം എത്തുന്നത്. ഇവർക്ക് കൂടി സഹായകരമാകുന്നതിനാണ് ഇവിടെ തണ്ണീർപ്പന്തൽ തുറന്നത്. മൂവാറ്റുപുഴയിൽ ഇത്രയും വലിയ ഒരു സംരംഭം, തണ്ണീർപ്പന്തൽ എന്നുള്ള പരിപാടി ഏകദേശം ഈ ചൂട് തുടങ്ങിയ അന്നു മുതൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യാപാരി എന്ന നിലയിൽ ഇത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. കാരണം ഇത്രമാത്രം ചൂട് അനുഭവപ്പെടുന്ന പൊതുജനങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ കാൽനട യാത്രക്കാർ, അല്ലാത്ത ഇവിടെ പരിസര പ്രദേശങ്ങളിലുള്ള തൊഴിലാളികൾ, ഇവർക്കൊക്കെ ഒരു ദാഹം തീർക്കുന്നതിനും ഒരു ആശ്വാസത്തിനു വേണ്ടി മോരും വെള്ളം, മറ്റ് ജ്യൂസ്, തണ്ണീർമത്തം, മത്തങ്ങ ജ്യൂസ്, ഇങ്ങനെ നിരവധി ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. രാവിലെ 11:30 മുതൽ വൈകിട്ട് 3 വരെയാണ് തണ്ണീർപ്പന്തൽ പ്രവർത്തിച്ചു വരുന്നത്. സംഭാരം, തണ്ണിമത്തൻ ജ്യൂസ്, കുടിവെള്ളം, പൈനാപ്പിൾ, സ്ക്വാഷ് എന്നിവയാണ് സൗജന്യമായി വിതരണം ചെയ്തു വരുന്നത്. 2 മാസത്തിലേറെ കാലമായി മൂവാറ്റുപുഴ നഗരസഭ വഴി നടയാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ തണ്ണീർപ്പന്തൽ വളരെ നല്ല കാര്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി വെള്ളം കുടിച്ചു പോകുന്ന ഈ സംരംഭം നടപ്പാക്കിയ മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാനും ഇതിൻ്റെ പ്രതിപക്ഷ നേതാവിനും മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കെല്ലാം പ്രത്യേകമായി അഭിനന്ദനം അർപ്പിക്കുകയാണ്. വേനൽ കടുത്തതോടെ കാൽനടക്കാരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ കുടിവെള്ളത്തിനായി പണം ചിലവഴിക്കേണ്ട സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം. കച്ചേരിത്താഴത്തെത്തുന്ന ആർക്കും പണമില്ലാത്തതിന്റെ പേരിൽ ദാഹം കടിച്ചമർത്തേണ്ടി വരില്ല. നഗരസഭാ ഹെൽത്ത് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് തണ്ണീർപ്പന്തലിന്റെ പ്രവർത്തനം. കൊടുംചൂട് അവസാനിക്കുന്നതുവരെ നഗരസഭയുടെ തണ്ണീർപ്പന്തൽ പ്രവർത്തിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PPL ദോസ് പറഞ്ഞു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.